ഇപ്പൊ നേരത്തെ ചേച്ചി ഫിലിമിന്റെ സൗണ്ട് ഇല്ലേ, അതിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങിയപ്പോ എന്താണ് അവസ്ഥ നിങ്ങളുടെ? അല്ല, ആദ്യം ഒച്ചയില്ലാതെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അക്കറി ശബ്ദം സ്റ്റാർട്ട് ക്യാമറ അപ്പൊ നമ്മള് റെഡിയാ. മറന്നു പോകും ഡയലോഗൊക്കെ. എനിക്ക് എപ്പോഴും അതുവരെ റിഹേഴ്സൽ ഒക്കെ കറക്റ്റ് ആയിരിക്കും. ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മൾ പെട്ടെന്ന് പക്ഷെ അത് നിർത്തി കഴിഞ്ഞാൽ അതില്ലാതെ വന്നപ്പോഴേ പ്രശ്നമായി. അത് ടി വി ക്യാമറയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. ഞാൻ ടി വി സീരിയൽ അഭിനയിക്കാനൊക്കെ പോകാൻ ഇപ്പൊ ദൂരദർശനില് അപ്പൊ 13 എപ്പിസോഡല്ലേ ഉള്ളൂ, ഈ മെഗാ സീരിയൽ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ദൂരദർശനിൽ അഭിനയിച്ച 3-4 ജെയ്സി സാറൊക്കെ ഡയറക്ട് ചെയ്ത് സോമേട്ടനായിട്ടൊക്കെയുള്ള കുതിരകൾ, പിന്നെ മോഹപക്ഷികൾ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുറെ സീരിയൽസ് ചെയ്തായിരുന്നു. അതുപോലത്തെ ചെയ്ത സമയത്ത് ടി വി ക്യാമറയ്ക്ക് ശബ്ദമില്ലല്ലോ, അത് കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉള്ള ക്യാമറയാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചേട്ടനൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സീരിയലിലൊക്കെ പോയി അഭിനയിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ പിന്നീട് എല്ലാവരും സീരിയലിലോട്ട് വന്ന് അഭിനയിക്കാനായിട്ട്. കാരണം ആ സമയത്ത് 13 എപ്പിസോഡ് ഉള്ളെങ്കിലും നമ്മുടെ സിനിമ മറ്റേ ജെയ്സി സാറും സോമേട്ടനും ഇങ്ങനെയൊക്കെയാണ്, സായികുമാർ, ഞങ്ങളൊക്കെയാണ് അഭിനയിച്ചതില്. ഡബിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഡബ് സ്ക്രീനിൽ കണ്ടിട്ടാണ്, അന്ന് എങ്ങനെയാണ് സ്ക്രീനിൽ കാണാൻ പറ്റും ഡബ് ചെയ്യും? പിന്നെ അത് എങ്ങനത്തെ സ്ക്രീനാണ് അന്ന്? സാധാരണ സ്ക്രീൻ തന്നെ, വലിയ സ്റ്റുഡിയോയിൽ വലിയ സ്ക്രീൻ ആയിരിക്കും. വലിയ സ്ക്രീൻ സ്റ്റുഡിയോയും വലിയ സ്റ്റുഡിയോ ആയിരിക്കും. വലിയ സ്റ്റുഡിയോ ചെറിയ പരിപാടിയല്ല.